ഹായ് ഫ്രണ്ട്സ്, എൻസൈക്ലോബിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. അപ്പം കർഷകരുമായി ബന്ധപ്പെട്ട ചില പ്രധാനപ്പെട്ട അപ്ഡേറ്റുകൾ അറിയിക്കുവാനാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ലോകമെമ്പാടുമുള്ള കർഷകർക്ക് കേന്ദ്ര സർക്കാർ ഏറ്റവും വലിയ കൈത്താങ്ങ് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. 100ഓളം വരുന്ന ഗ്രാമപ്രദേശങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള കർഷകർക്കുള്ള പുതിയ പദ്ധതികൾ ഉൾപ്പെടെയാണ് രൂപവത്കരിച്ചിരിക്കുന്നത്. ഇതുകൂടാതെ കിസാൻ സമ്മാൻ നിധിയിൽ കർഷകർക്ക് നിരവധി ആനുകൂല്യങ്ങളും പ്രഖ്യാപിച്ചിട്ടുണ്ട്. കിസാൻ സമ്മാൻ നിധിയുടെ 2000 രൂപ വിതരണം ഈ മാസം സർക്കാർ ഉടൻ തന്നെ ആരംഭിക്കുന്നതാണ്. നമ്മുടെ സംസ്ഥാനത്ത് 25 ലക്ഷത്തോളം വരുന്ന കർഷകരുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്കായിരിക്കും ഈ ധനസഹായം എത്തിച്ചേരുന്നത്. വിതരണം വളരെ വൈകാതെ തന്നെ ഉണ്ടാകുന്നതാണ്. ഇതുമാത്രമല്ല, ഇനി അവർക്ക് ലഭിക്കുന്നത് ഒരു കർഷകൻ, അതായത് കിസാൻ സമ്മാൻ നിധിയുടെ ആനുകൂല്യം ലഭിക്കുന്ന കർഷകന് 5 ലക്ഷം രൂപയുടെ വായ്പ ഇവർക്ക് വേണ്ടി പ്രഖ്യാപിച്ചിട്ടുണ്ട്. KCC ലോണിൻ്റെ വായ്പാ പരിധി നിലവിൽ 3 ലക്ഷം രൂപയാണ്. അത് 5 ലക്ഷം രൂപയായിട്ട് ഉയർത്തിയിട്ടുണ്ട്. രാജ്യം എമ്പാടുമുള്ള കർഷകർക്ക് ഇപ്പോൾ ഏറ്റവും വലിയ സാമ്പത്തിക സഹായമാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ കിസാൻ സമ്മാൻ പദ്ധതിയിൽ ആനുകൂല്യങ്ങൾ വർദ്ധിപ്പിക്കണമെന്ന നിർദ്ദേശങ്ങളും വരുന്നുണ്ട്. എന്നാൽ ഈ അവസരത്തിൽ എത്ര രൂപയാണ് വർദ്ധിപ്പിക്കുന്നത് എന്നതുമായി ബന്ധപ്പെട്ട വാർത്തകളൊന്നും തന്നെ വന്നിട്ടില്ല. എന്നാൽ ആനുകൂല്യങ്ങൾ വർദ്ധിപ്പിക്കുമെന്നാണ് സൂചന നൽകിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ കിസാൻ സമ്മാൻ നിധി ോടൊപ്പം നമുക്ക് ചേർത്ത് നിർത്തേണ്ട മറ്റൊരു പദ്ധതിയായിട്ടുള്ള കർഷകർക്ക് ലഭിക്കുന്ന കിസാൻ ക്രെഡിറ്റ് കാർഡ് വായ്പ, ഇതിൻ്റെ കിസാൻ സമ്മാൻ നിധിയുടെ ആനുകൂല്യം ലഭിക്കുന്ന കർഷകർക്കും അതോടൊപ്പം പുതുതായി കൃഷിഭൂമി വാങ്ങുന്ന കർഷകർക്കും ലഭിക്കുന്നതാണ്. 4% മാത്രമാണ് പലിശ. ബാക്കിയുള്ള പലിശയെല്ലാം തന്നെ കേന്ദ്ര സർക്കാർ സബ്സിഡി ആയിട്ട് ബാങ്കുകൾക്ക് അനുവദിക്കുന്ന രീതിയിലാണ് ഇത് ക്രമീകരിച്ചിട്ടുള്ളത്. പ്രതിവർഷം 4% മാത്രം പലിശ ലഭിക്കുന്ന KCC ലോണ് മുൻപ് 3 ലക്ഷം രൂപ വരെയാണ് ലഭിച്ചിരുന്നത്. എന്നാൽ 3 ലക്ഷം രൂപ ലഭിക്കണമെങ്കിൽ ഈട് നൽകണമായിരുന്നു. നിലവിൽ 2 ലക്ഷം രൂപ വരെയുള്ള വായ്പ ഈടില്ലാതെയാണ് ലഭിച്ചുകൊണ്ടിരുന്നത്. ഈ ഒരു സഹായമാണ് നമുക്കിപ്പോൾ സ്ഥലത്തിനനുസരിച്ച് ലഭ്യമാകുന്നത്. അതോടൊപ്പം തന്നെ നമ്മുടെ കൃഷി ചെയ്യുന്ന വിളയെ ആശ്രയിച്ചിരിക്കും ഇതിൻ്റെ പരിധി നിശ്ചയിക്കുന്നത്. 5 ലക്ഷം ആയിട്ട് നിലവിൽ ഇതിൻ്റെ വായ്പാ പരിധി ഉയർത്തിയിട്ടുണ്ട്. കർഷകൻ ഈ സഹായം ലഭിക്കുന്നത് ഒരു വീട്ടിൽ ഒരു ആൾക്ക് എന്ന രീതിയിലാണ്. ഒരു വീട്ടിലെ ഒന്നിലധികം പേർക്ക് കൃഷിഭൂമി ഉണ്ടെങ്കിലും ഒരാൾക്ക് മാത്രമാണ് ഈ ആനുകൂല്യം കിട്ടുന്ന രീതിയിൽ ക്രമീകരിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ സംസ്ഥാനത്ത് ഉടനീളമുള്ള സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, അതോടൊപ്പം യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ, മറ്റ് പ്രമുഖ ബാങ്കുകൾ വഴിയെല്ലാം തന്നെ നമുക്ക് കിസാൻ ക്രെഡിറ്റ് കാർഡിൻ്റെ വായ്പയ്ക്കുള്ള അപേക്ഷകൾ നൽകാവുന്നതാണ്. ഇപ്പോൾ നമുക്ക് ഫെബ്രുവരി മാസം വരെ അപേക്ഷ സമർപ്പിക്കാം. പിന്നീട് അടുത്ത സാമ്പത്തിക വർഷമായിരിക്കും പുതിയ വായ്പകൾക്കുള്ള അപേക്ഷകൾ സ്വീകരിക്കുന്നത്. അതുമാത്രമല്ല, ഇപ്പോൾ ഉയർന്ന വായ്പാ പരിധി ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും നടപ്പിലാക്കുന്നത് പുതിയ സാമ്പത്തിക വർഷം മുതലാണ്. അത് നമ്മുടെ സ്ഥലത്തെയും അതുപോലെ തന്നെ നമ്മുടെ കൃഷി ചെയ്യുന്ന കൃഷിഭൂമിയും അതിൻ്റെ വിസ്തൃതിയും നമ്മുടെ വിളയെല്ലാം ആശ്രയിച്ചിരിക്കും നമുക്ക് വായ്പ ബാങ്ക് നിശ്ചയിച്ചു തരുക. കൃഷിഭവൻ മുഖേനയായിരിക്കും ഇതിൻ്റെ സഹായങ്ങൾ ലഭിക്കുക എന്ന് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഇതെല്ലാം തന്നെ ബാങ്ക് അധിഷ്ഠിതമായാണ് നൽകുന്നത്. വായ്പാ പരിധി ബാങ്ക് ആയിരിക്കും നിശ്ചയിക്കുന്നത്. അതോടൊപ്പം തന്നെ കർഷകന് ലഭിക്കുന്ന 2000 രൂപ പദ്ധതിയാണെങ്കിലും ഈ പദ്ധതിയിൽ നിലവിൽ ബാങ്ക് അധിഷ്ഠിതമായിട്ടായിരിക്കും നൽകുക. നിലവിൽ ആധാറുമായി ബാങ്ക് ലിങ്ക് ചെയ്തിട്ടുള്ള ബാങ്ക് അക്കൗണ്ടിലേക്കായിരിക്കും കേന്ദ്ര സർക്കാർ നേരിട്ട് പണം അയക്കുന്ന സംവിധാനമാണ് നിലവിലുള്ളത്. കിസാൻ സമ്മാൻ നിധിയുടെ നാളിതുവരെയുള്ള 18 ഗഡുക്കളുടെ 36,000 രൂപ നൽകിക്കഴിഞ്ഞു. ഈ തുക അടുത്ത ഗഡുവായ 2000 രൂപയാണ് ഇനി പുതുതായിട്ട് വിതരണം ചെയ്യാനുള്ളത്. ഇതുമാത്രമല്ല, ഇനിയും ഈ പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകാനാണ് അറിയിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ തുകയിൽ വർധനവുണ്ടാകുമെന്നും കേന്ദ്ര സർക്കാർ പരിഗണനയിൽ അറിയിച്ച സ്ഥിതിക്ക് ഇതിൻ്റെ ഒരു വർധനവ് ഉടൻ തന്നെ നമുക്ക് പരിഗണിക്കാവുന്നതാണ്. ഒരു ഇൻസ്റ്റാൾമെൻറ്റിലൂടെ നമുക്ക്, അതായത് പുതിയ ഇൻസ്റ്റാൾമെൻറ്റിലൂടെ ആയിരിക്കും നമുക്ക് വരും ദിവസങ്ങളിലെ വർധനവ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്.
അപ്പോൾ നമുക്ക് ഈ വീഡിയോ എല്ലാവർക്കും പ്രയോജനകരമായെന്ന് കരുതുന്നു. അപ്പോൾ നമുക്ക് തുടർന്നും വിജ്ഞാനപരമായ മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായി വീണ്ടും കാണും വരെ ഗുഡ് ബൈ.